എന്താണ് ഈ ലോകത്തിന് പറ്റിയത്? എവിടെ നോക്കിയാലും വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ മാത്രം. സ്വയം ചുണ്ടുകൾക്കിടയിലൂടെ സിരകളെ ലഹരി പിടിപ്പിക്കുവാൻ വലിച്ചു തള്ളുന്ന വിഷമാണെന്നറിഞ്ഞിട്ട് എന്തേ അതിൻ്റെ ദൂഷ്യഫലം നിങ്ങൾ മനസ്സിലാക്കാത്തത്?
ഹേ സുഹൃത്തെ, ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങളുടെ സിരകളിലേക്ക് ലഹരിയുടെ ചൂട് പകരാൻ പന്തക്കടലാസിൽ പൊതിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന എൻ്റെ പുറംചട്ടയിലേക്ക് ഒരു നിമിഷം നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എത്ര വിനാശകാരിയാണ്. ഹേ സുഹൃത്തെ, അതിനുള്ള മനസ്സുപോലും നിങ്ങൾക്കില്ലേ? ഒന്ന് നോക്കൂ. കണ്ടില്ലേ? കണ്ടില്ലേ? സ്വയം വിഷമാണെന്ന് പുറംചട്ടയും വഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. എന്നെ എൻ്റെ ദോഷഫലങ്ങളെ അഭ്യസ്തവിധരായി നിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല? അറിയാം എനിക്ക് എൻ്റെ ഈ നിശബ്ദമായ വാക്കുകൾ നിങ്ങളുടെ കാതുകളിലേക്ക് ഒരിക്കലും എത്തില്ല. എങ്കിലും എന്നെങ്കിലും നിങ്ങൾ എൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കറിയുമോ, എൻ്റെ ലഹരി ഊറ്റിക്കുടിച്ച് നിങ്ങൾ പുറത്തേക്ക് തള്ളുന്ന പുകയിൽ ഏകദേശം 4000-ഓളം കെമിക്കൽസ് അടങ്ങി. അതിൽ തന്നെ 60ഓളം കെമിക്കലുകൾ മാരകമായ ക്യാൻസറിന് വരെ കാരണമാകുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൂടി ദോഷകരമാണ് എന്നിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന ആ പുക. ഞാൻ വിഷമാണ് സുഹൃത്തെ, ഞാൻ വിഷമാണ്. സ്വയം എതിർക്കുവാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്നിലെ ലഹരി നുണയാൻ നിങ്ങളെ അനുവദിക്കില്ല. ഞാൻ നിങ്ങളെ ഒരു മാരക രോഗിയാകുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്നെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഹലോ മോളു. ഇല്ലടാ, ഇന്നലെ ഓഫല്ലായിരുന്നോ? ഉറങ്ങി എണീച്ചപ്പോൾ നല്ല ലേറ്റായി. എന്ത്? എടി, ഞാൻ അതൊക്കെ നിർത്തി. ഇപ്പോൾ വെള്ളോടിയൊന്നും ഇല്ല. സത്യം. നിന്റെ തല്ലിത്തൊട്ടല്ലേ ഞാനന്ന് സത്യം ചെയ്തത് ഇനി കഴിക്കില്ല എന്ന്. ഞാനതൊക്കെ നിർത്തി. ഒന്ന് വിശ്വസിക്കടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? നീ പിന്നെ എന്തിനാ അത് തന്നെ കയറി പിടിക്കുന്നേ? എടി, ഞാനതൊക്കെ നിർത്തി. ഇപ്പം മദ്യപാനവും പുകവലിയും ഒന്നുമില്ല. സത്യം. വേറെന്താ, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. വേണ്ട. പിന്നെ എന്തോ സിഗരറ്റ് വലിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ചുമയ്ക്കാന്നുള്ളൂ. നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ ലഹരിയും ഞാൻ എടുത്തു കളഞ്ഞു. ഇപ്പോൾ നീ മാത്രമാണ് എൻ്റെ ലഹരി. കണ്ടില്ലേ, എന്ത് നിസ്സാരമായാണ് സ്വന്തം ഭാര്യയോടും അമ്മയോടും മറ്റുള്ളവരോടും കള്ളം പറഞ്ഞ് ഇവരെന്നെ സ്നേഹിക്കുന്നത്. സത്യത്തിന് പോലും വിലയില്ലാത്ത കാലം. ഹേ സുഹൃത്തേ, ഇനിയെങ്കിലും നീ മനസ്സിലാക്കൂ, ഞാൻ വിഷമാണ്. എനിക്ക് വേണ്ട ഈ സ്നേഹം. ഈ സ്നേഹത്തിൽ ഞാൻ വീർപ്പ് മുട്ടുന്നു. ഞാൻ വിഷമാണ്. ശരിയെന്നാ. ഇതാ ഞാൻ അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ 2 ചുണ്ടുകൾക്കിടയിലൂടെ ലഹരി വിരിപ്പിച്ചുകൊണ്ട് ഞാനിതാ നശിക്കുന്നു. ഞാനിതാ ചാരമായി തീരാൻ പോകും. എൻ്റെ ഈ അദൃശ്യമായ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല എന്നെനിക്കറിയാം. കേട്ടിരുന്നെങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേനെ. ഈ പൊള്ളുന്ന ചൂടിലും എൻ്റെ വേദന നിങ്ങളെ ഓർത്താണ്. നിങ്ങളെ ഓർത്ത് മാത്രമാണ് എൻ്റെ വേദന. ഇന്ന് നിങ്ങൾ എൻ്റെ ലഹരി ഊറ്റി എന്നെ ചാരമാക്കും. നാളെ ഞാൻ നിങ്ങളെയും ഇതുപോലെ. നിങ്ങൾ ഓർക്കുന്നില്ലത്. ഹേ മനുഷ്യ, മനസ്സിലാക്കൂ, ഞാൻ വിഷമാണ്. ഞാൻ വിഷമാണ്. മാരകമായ വിഷം. എൻ്റെ വാസമിതാ തീരുന്നു. ഞാൻ അവസാനിക്കുകയാണ്. ഞാൻ വിഷമാണ്. ഞാൻ വിഷമാണ്. ഞാൻ വിഷം.
കണ്ടില്ലേ, കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ ലോകം വലിച്ചുള്ള സിഗരറ്റിൻ്റെ കണക്കാണ് ഏകദേശം 5.8 ട്രില്യൺ. ഓരോ മരണത്തിലും സിഗരറ്റ് കമ്പനിക്കാർ കൊയ്തെടുത്ത ലാഭം $7,000 വീതമാണ്. ഈ ഒരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ടാരും സ്വയം തിരുത്തുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. എങ്കിലും ഞങ്ങളത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക. പുകവലിയും മദ്യപാനവും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തെയും ഒരു മാറാ രോഗിയാക്കും. ചിന്തിക്കൂ, ശരിയോ തെറ്റോ.